ഇനി ചെക്കനും പെണ്ണും ഒന്ന് ചേർന്ന് നിന്നാട്ടെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ബാക്കി പിള്ളേരെല്ലാം പിന്നിൽ നിന്നോ. എല്ലാവരും ഇവിടെ നോക്കി ഒന്ന് ചിരിക്കൂ. ശരത്തേട്ടാ, ഞാൻ കിച്ചുവേട്ടന് ഒരു ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ എടുത്തു തരുമോ? കൊഞ്ചലോടെയുള്ള ആ 6 വയസ്സുകാരിയുടെ ചോദ്യം കേട്ട് അവിടെ കൂട്ടച്ചിരി ഉണർന്നു. അതെ നന്ദുട്ടി, ഇത് നിന്റെ ശരിക്കുള്ള കല്യാണമല്ല, നമ്മൾ ചുമ്മാ കളിക്കുന്നതല്ലേ, കിച്ചു അവളോട് പറഞ്ഞു. കളിയാണെങ്കിലും എന്താ കിച്ചു, നിന്റെ പെണ്ണിൻ്റെ ഒരു ആഗ്രഹമല്ലേ. ശരത്തേട്ടൻ എടുത്തു തരാട്ടോ, ശരത്ത് അവളോട് കൊഞ്ചി പറഞ്ഞു. ചുറ്റും നിന്ന് കുട്ടികളെല്ലാം കളിയാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ അവൾ അവനെ ഉമ്മ വെച്ചു. ശരത് അത് തൻ്റെ ക്യാമറയിൽ മനോഹരമായി പകർത്തുകയും ചെയ്തു. ആ മതി മതി, ഇനി എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോ. അല്ല പിന്നെ, മൊട്ടേന്ന് വിരിയാത്ത പ്രായത്തിൽ കളിക്കാൻ പറ്റുന്ന കളിയാണല്ലോ ഇത്. അതും പറഞ്ഞുകൊണ്ട് ശരത് എല്ലാറ്റിനെയും വീട്ടിലേക്ക് ഓടിച്ചു. താൻ ചാർത്തിയ ജമന്തിമാല കയ്യിൽ പിടിച്ചോടുന്ന ആ കുഞ്ഞിക്കുറുമ്പിയെ കിച്ചു അങ്ങനെ തന്നെ നോക്കി നിന്നു. സാർ, വീടെത്തി. അവൻ ഒരു ദീർഘശ്വാസമെടുത്ത് പതുക്കെ കണ്ണുകൾ തുറന്നു. അപ്പോഴേക്കും ഇല്ലത്താകമാനം ലൈറ്റുകൾ തെളിഞ്ഞിരുന്നു. എല്ലാ മുക്കും മൂലയും പ്രകാശപൂരിതമായി. കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ അവൻ ആദ്യം നോക്കിയത് കിഴക്ക് ഭാഗത്തെ പടിപ്പുരയിലേക്കാണ്. പടിപ്പുരയ്ക്കപ്പുറത്തുള്ള ആ ഓലമേഞ്ഞ കുടിലിനു പകരം ഇന്നവിടം ശൂന്യമാണെന്ന് അവന് മനസ്സിലായി. അപ്പോഴേക്കും അകത്തുനിന്നും ഡോർ തുറന്ന് ഒരു വൃദ്ധൻ പുറത്തേക്ക് വന്നു. എടാ കിച്ചുവേ, നീ വന്നോ? എന്താ ഇത്രയും താമസിച്ചത്? മുത്തശ്ശാ. അവൻ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പുണർന്നു. വൈകിട്ട് തൊട്ട് നിന്നെ കാത്തിരിക്കുക, എന്താ വരാൻ ഇത്രയും താമസിച്ചത്? അതും പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് നടന്നു നീങ്ങവേ പിന്നിൽ നിന്നും ഡ്രൈവർ വിളിച്ചു. സാർ, ഈ പെട്ടികളൊക്കെ? എൻ്റെ പൊന്നു ഗോപിയേട്ടാ, ഈ സാർ വിളി ഒന്ന് നിർത്തുമോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ കിച്ചുവാണ്. എനിക്കും ഗോപിയേട്ടൻ്റെ വിനുവിനും ഒരേ പ്രായമാണ്. ഇനി എന്നെ സാറെന്ന് വിളിച്ചാലുണ്ടല്ലോ, കിച്ചു അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അയ്യോ കുഞ്ഞെ, എനിക്ക് ആളെ മനസ്സിലായില്ല. നിങ്ങളെല്ലാം വരുന്നുണ്ടെന്നല്ലാതെ ആരൊക്കെ എപ്പോഴൊക്കെ വരുന്നു എന്നെനിക്കറിയില്ലായിരുന്നു. എല്ലാവരെയും ഞാൻ കുഞ്ഞുനാളിൽ കണ്ടതല്ലേ. പിന്നെ ഞാൻ കരുതി രേവതി മോളുടെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന്, ഗോപി പറഞ്ഞു. അതെന്താ, രേവതി അപ്പച്ചയുടെ കുഞ്ഞുങ്ങളെ സാറെന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? കിച്ചു ചോദിച്ചു. അയ്യോ കുഞ്ഞെ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ വലിയ നിലയിലൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചെന്നേ ഉള്ളൂ, ഗോപി വളരെ വിനയത്തോടെ പറഞ്ഞു. കഴിഞ്ഞ വെക്കേഷനിൽ അപ്പച്ചി ഇവിടെ വന്നിരുന്നു അല്ലേ മുത്തശ്ശ? അതിൻ്റെ മാറ്റം ഇവിടെ കാണാനുണ്ട്, ഒരു കണ്ണുറുക്കി ചിരിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. അതെ ഗോപിയേട്ടാ, നിങ്ങളിപ്പോൾ വീട്ടിൽ പോയിക്കോളൂ. എൻ്റെ പെട്ടികളെല്ലാം ഞാൻ തന്നെ എടുത്തു വച്ചോളാം. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. എന്നാ ശരി മോനെ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. അതും പറഞ്ഞ് ഗോപി കിച്ചുവിൻ്റെ കയ്യിൽ കാറിൻ്റെ കീ ഏൽപ്പിച്ച് വീട്ടിലേക്ക് പോയി. കിച്ചു നേരെ കാറിനടുത്തേക്ക് പോയി. ഡിക്കി തുറന്ന് ഒരു സുട്ട്കേസ് മാത്രം പുറത്തേക്കെടുത്തു. ഞാൻ വരണോടാ, മുത്തശ്ശൻ അവനോടായി വിളിച്ചു ചോദിച്ചു. വേണ്ട മുത്തശ്ശ, ഇപ്പോൾ ഈ ഒരെണ്ണം മതി, ബാക്കിയെല്ലാം നമുക്ക് നാളെ എടുക്കാം. നീ വരാൻ താമസിച്ചതുകൊണ്ടാ. നിന്നെ കാത്തിരുന്ന് മുത്തശ്ശിയും പണിക്കാരും ഒക്കെ ഉറങ്ങിപ്പോയി. മുത്തശ്ശൻ അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കവേ അവൻ സൂട്ട്കേസ് ഹാളിൽ കൊണ്ടുവച്ചു. മുത്തശ്ശി എവിടെയാ കിടക്കുന്നത് മുത്തശ്ശ? അതാ ആ റൂമിലാ മോനെ. അവളിനി രാവിലെ എണീക്കൂ. മരുന്ന് കുടിച്ചതിൻ്റെ ക്ഷീണം കൊണ്ട് അവൾ നേരത്തെ ഉറങ്ങും. നിന്നെ കാണാൻ വേണ്ടി കുറേ കാത്തിരുന്നതാ, ഉറങ്ങിപ്പോയി. എന്ത് ചെയ്യാനാ മുത്തശ്ശ, ഫ്ലൈറ്റ് വൈകിപ്പോയി, പിന്നെ ഇവിടുത്തെ ട്രാഫിക്കും. അതും പറഞ്ഞുകൊണ്ട് അവൻ മുത്തശ്ശനെയും കൂട്ടി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി. സുഖമായി ഉറങ്ങുന്ന മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അവൻ അനുഗ്രഹം വാങ്ങിച്ചു. മുത്തശ്ശ, ഇനി വൈകിക്കേണ്ട, മുത്തശ്ശനും ഉറങ്ങിക്കോ, സമയം ഒരുപാടായി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്കുള്ള റൂം എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നിനക്കുള്ള റൂം മുകളിലാണ് മോനെ. നീ കുളിച്ച് ഫ്രഷായി വന്നിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കേ, എല്ലാം ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ കുട്ടിയെ വിളിക്കാം. ഓ എൻ്റെ മുത്തശ്ശ, ഈ നട്ടപ്പാതിരയ്ക്ക് ഇനി ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ എടുത്തോളാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഗുഡ് നൈറ്റ് മുത്തശ്ശ, ഉറങ്ങിക്കോട്ടോ, രാവിലെ കാണാമേ. അതും പറഞ്ഞ് മുകളിലെ തൻ്റെ മുറി ലക്ഷ്യമാക്കി അവൻ പെട്ടിയും എടുത്ത് നടന്നു. തനിക്കായി മുത്തശ്ശൻ പറഞ്ഞു തന്ന റൂമിൻ്റെ വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറി. അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുറി വൃത്തിയായി വെച്ചിരിക്കുന്നു. റൂമിനൊത്ത നടുക്കായി ഒരു കട്ടിലും അതിനോപ്പോസിറ്റായി മരത്തിൽ തീർത്ത വലിയൊരു അലമാരയും. അലമാരയ്ക്കടുത്തായി ഒരു കുഞ്ഞു ടേബിളും ടേബിളിനരികെ മരത്തിൽ തീർത്ത ഒരു കസേരയും വച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റും കർട്ടനുമെല്ലാം നല്ല തൂവെള്ള നിറത്തിലാണ്. അലങ്കാരത്തിനായി ഒന്നും തന്നെ ആ മുറിയിലുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും
ആ മുറിയോട് വല്ലാത്തൊരിഷ്ടം അവന് തോന്നി. റൂമിലെല്ലാം ഒന്ന് കണ്ണോടിച്ച് അവൻ നേരെ പോയത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കിയാൽ ഒരു കുഞ്ഞു സ്വർഗം കാണാം. അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന ഒരു കുഞ്ഞു സ്വർഗം. എന്നാൽ ഇന്നവിടെ അതിൻ്റെ അവശേഷിപ്പ് പോലും കാണാനില്ല. സന്ധ്യയായാൽ ആ കുഞ്ഞു കുടിലിൽ ഒരു മണ്ണെണ്ണ വിളക്ക് തെളിയും. പക്ഷേ അതിനേക്കാളും ആ കുടിലിന് പ്രകാശം നൽകിയിരുന്നത് അവളായിരുന്നു. നന്ദിത, എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ വധുവായി സ്വീകരിച്ചവൾ. ആദ്യമൊക്കെ എനിക്കവളോട് അസൂയയായിരുന്നു. എന്തിനെന്ന് വെച്ചാൽ അവൾക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവളുടെ അച്ഛൻ അവൾക്കു വേണ്ടി കയ്യിലെന്നും ഒരു പൊതി കരുതുമായിരുന്നു. അച്ഛൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ആഘോഷമാണ്. പാട്ടും നൃത്തവുമായി ഉറങ്ങുവോളം അവരങ്ങ് കൂടും. എല്ലാത്തിനും സാക്ഷിയായി ഞാനും ആ മണ്ണെണ്ണ വിളക്കും ഉണ്ടാകും. വിളക്കണച്ച് അവരകത്ത് കയറുന്നതുവരെ ഒരു കുശുമ്പോടെ ഞാനും അതെന്നും നോക്കി നിൽക്കുമായിരുന്നു. കുശുമ്പാണെങ്കിലും എനിക്ക് അവളോട് വാത്സല്യമായിരുന്നു. എല്ലാത്തിനും ഞാൻ വേണമായിരുന്നു പെണ്ണിന്. എപ്പോഴും എൻ്റെ കയ്യിൽ തൂങ്ങി നടക്കും. ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പറിച്ചു നട്ടപ്പോൾ ഞാൻ ആകെ കൂടെ കൂട്ടിയത് അവളുടെ ഓർമ്മകൾ മാത്രമാണ്. എന്നും സന്ധ്യയാകുമ്പോൾ എനിക്ക് അവളെയും അവളുടെ വീടും വല്ലാതെ മിസ് ചെയ്യുമായിരുന്നു. അവളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് അവളുടെ മുഖം ഓർമ്മ വരും. അവളെ കാണാൻ തോന്നുമായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലും എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളോടുണ്ടായിരുന്ന കുഞ്ഞൊരിഷ്ടം ഞാൻ വലുതായപ്പോൾ പ്രണയമായി പന്തലിച്ചു. ഇനി അവളെ കണ്ടെത്താതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയായപ്പോൾ ബാഗും പാക്ക് ചെയ്ത് ഇറങ്ങിയതാണ് ഞാൻ. അങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ട് അവനൊരു ദീർഘശ്വാസമെടുത്ത് ബാൽക്കണിയുടെ ഡോറടച്ച് മുറിയിലേക്ക് കയറി വന്നു. യാത്രാക്ഷീണം അവനെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. വസ്ത്രം പോലും ഒന്നും മാറാതെ അവൻ ബെഡിലേക്ക് ചാഞ്ഞു. പതിയെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതി അറിയിക്കുക.